ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് അരി കൊണ്ട് നല്ലൊരു ഉണ്ട തയ്യാറാക്കാം. പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മച്ചിമാരും അമ്മമാരൊക്കെ ചെയ്യണ സൈസ് ഒരു പലഹാരമാണത്. നമുക്ക് അരി ചൂടാക്കി വറുത്ത് പൊടിച്ചിട്ട് തയ്യാറാക്കുന്നതാണത്. അത് നമ്മൾ ചൂടാക്കി വറുത്ത് പൊടിച്ച് നമുക്ക് കാഷ്യൂനട്ടോ കപ്പലിൻ്റെ ഏതോ വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ ഞാൻ കപ്പലിൻ്റെ പൊടിച്ചതാണ് ചേർത്തത്. അപ്പോൾ എള്ളും കൂടി ചേർത്ത് നല്ല 1 മാസം 2 മാസം അങ്ങനെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്ന സൈസ് ഉണ്ടിനത്. നമുക്കിത് ഉണ്ടാക്കി എടുത്തു വയ്ക്കുകയും ചെയ്യാം. പെട്ടെന്ന് തന്നെ ഗസ്റ്റ് വരുമ്പോഴോ കുട്ടികൾക്കോ ഒക്കെ കൊടുക്കുകയും ചെയ്യാം. അരിയുണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് അരി നല്ലോണം കഴുകി ഉണക്കി വെച്ച കുത്തരിന് നെല്ലുത്തരി നല്ല കുത്തരി വേണം എടുക്കാൻ, മട്ടരി അത് 1 കപ്പ്. പിന്നെ എള്ള് 25 ഗ്രാം, നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഇട്ടാൽ മതി. ഇത് ഏലക്കാപ്പൊടി, ചുക്കുപൊടി, നെയ്യ്, പശു നെയ്യ്, പിന്നെ കപ്പലണ്ടി പൊടിച്ചത്, പിന്നെ ശർക്കര പാനിയാക്കിയത്. ആദ്യം നമുക്ക് നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് ഈ അരി നല്ലോണം ചൂടാക്കി കോരിയെടുക്കണം. നല്ല ചൂടാവണം ചട്ടി, എന്നിട്ട് വേണം ഇടാനായിട്ട്. എന്നിട്ട് ഇത് ചൂടാക്കി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ചട്ടിയിലെ വെള്ളമൊക്കെ വയ്ക്കേണ്ട. ഇനി നമുക്ക് കഴുകി ഉണക്കി പൊടിച്ച അരി കുത്തരി ചേർക്കാം. എന്നിട്ട് നല്ല ചൂടാവണം. അങ്ങനെ പൊട്ടി പൊട്ടി വരും. കുട്ടികൾക്കൊക്കെ 4 മണിക്ക് പലഹാരം കൊടുക്കാനൊക്കെ ഇത് നല്ലതാണ്. അരി ഭക്ഷണം ചൊല്ലും ചെയ്യും. പിന്നെ നല്ല ശർക്കരയൊക്കെ ഉള്ള കാരണം, നല്ല മധുരമുള്ള കാരണം അവരത് കഴിക്കുകയും ചെയ്തോളും. നല്ല വിറ്റാമിൻ ഉള്ളതാണ്. ഹോം മെയ്ഡായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുമ്പോൾ നല്ല ചൂടായിട്ട് ഇങ്ങനെ അരി ഇങ്ങനെ പൊട്ടണ ശബ്ദം കേൾക്കാം. ഇതിങ്ങനെ കണ്ടില്ലേ? ഏകദേശം പാകാവുണ്ട്. ഒന്നും കൂടി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എടുക്കാം. എന്നിട്ട് ഒരു ഇളം ചൂടോടെ നമുക്ക് പൊടിച്ചെടുക്കുകയും ചെയ്യാം. ഇത് നമുക്കിങ്ങനെ നാശമാവാണ്ട് എടുത്ത് വയ്ക്കുകയും ചെയ്യാം. എത്ര ഒരു നല്ലോണം ദിവസം 1 മാസത്തോളമൊക്കെ ഇത് കേടുകൂടാണ്ടിരിക്കുകയും ചെയ്യും. നമുക്കിനി ഇതിന് കോരിയെടുക്കാം. എല്ലാം അങ്ങനെ അരി പൊട്ടിക്കഴിഞ്ഞിട്ട് കണ്ടില്ലേ? കറക്റ്റ് പൊട്ടിയിട്ട് ഇനി നമുക്ക് കോരിയെടുക്കാം. കഴിയണം ഒന്ന്, എന്നിട്ട് വേണം കോരാനായിട്ട്. അപ്പോഴല്ലാതെ ഇങ്ങനെ പൊരിക്കുണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ചൂടാറിയിട്ട് ഇനി നമുക്കൊന്ന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. നമുക്കൊന്ന് ഈ സൈഡിലത്തെ അരിമണിയൊക്കെ കൂടി ഒന്ന് ഇളക്കി വെച്ചിട്ട് ഒന്നും കൂടി പൊടിക്കും. ഈ പൊടിനിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാകമാണ് ഇതിൻ്റെ പാകം, കണ്ടില്ലേ? നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി ശർക്കര പാനി ഒരു നൂൽ പരുവത്തിലാക്കണം. ഇത് ഞാൻ ശർക്കര കിട്ടുമ്പോൾ ഇങ്ങനെ പാനിയാക്കി വയ്ക്കണത്. പെട്ടെന്ന് നാശമാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് പലഹാരം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതൊന്നാക്കി ഒന്ന് ചൂടാക്കി എടുത്ത് ഒരു നൂൽ പരുവാക്കണം. നൂൽ പരുവാകുമ്പോഴത് ആ ഉണ്ടയ്ക്ക് ഒരു ഉറപ്പ് കിട്ടുള്ളൂ. നൂൽ പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നൂല് പോലെ തോന്നിക്കണം. അതാണ് ഒരു നൂൽ പരുവെന്ന് പറയണത്.
പോലെ വരുന്നില്ല. ഇതാണ് ഈ നൂൽ പരുവെന്ന് പറയണത്. കണ്ടില്ലേ, ഒരു നൂലിൻ്റെ ഒരു സ്റ്റേജ് പോലെ നമ്മളിങ്ങനെ കയ്യിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഒറ്റ വീണ് കഴിഞ്ഞിട്ട് ഒരു നൂല് പോലെ നിൽക്കും. അല്ലെങ്കിൽ കൈ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ കൈ പൊള്ളുകയാണ്, ഞാൻ കൈ കൊണ്ട് എടുത്ത് നോക്കാത്തത്. ഇതാണ് ഈ ഒരു നൂൽ പരുവാണെന്ന് പറയുന്ന ഒരു സ്റ്റേജ്. നമുക്കിങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇങ്ങനെ ഒറ്റ വീഴുമ്പോൾ ഒരു നൂല് പോലെ തോന്നിക്കണത്. ഇതാണ് നൂൽ പരുവ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച അരിപ്പൊടി ചേർത്തിളക്കാം. പിന്നെ കപ്പലണ്ടി പൊടിച്ചത് ചേർത്ത്, കപ്പലണ്ടി പൊടിച്ച് വെച്ച് നേരത്തെ തന്നെ. പിന്നെ ഏലക്കായര പൊടി, ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാം. പിന്നെ ചുക്കിൻ്റെ പൊടി വയറിനൊന്നും അസുഖം ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ചുക്ക് പൊടി. എള്ള് 1 ടേബിൾ സ്പൂൺ. പിന്നെ നെയ്യും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നതാണ് അരി ഉണ്ടാന്ന് പറയുന്നത്. നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ ഇരിക്കുകയും ചെയ്യും. നല്ല നമ്മളിതിൽ ചേർത്തുള്ളതൊക്കെ നല്ല ഗുണമുള്ള സാധനങ്ങളാണ്. കപ്പലണ്ടി പൊടിച്ചത്, പിന്നെ ഏലക്കായയുടെ പൊടി, ചുക്കുപൊടി, നെയ്യ്, പശു നെയ്യാണ് ചേർത്തുള്ളത്. യോജിപ്പിച്ചെടുത്ത് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസാക്കി പിടിക്കാം. നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇപ്പോൾ ചേർക്കാം. കപ്പലണ്ടിയോ കാഷ്യൂനട്ടോ എന്താ വേണമെങ്കിൽ ചേർക്കാം. ഇപ്പോൾ കപ്പലണ്ടിയാണ് ചേർത്തുള്ളത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു ചെറു ചൂട്ടോടെ തന്നെ നമുക്ക് ഉരുളകളായിട്ട് പിടിച്ച് വെക്കണം. ഇനി നമുക്കിത് ഓരോന്നും ചെറിയ ഉരുളകളായിട്ട് പിടിക്കണം. ചെറിയ ചൂട്ടോടെ തന്നെ നമുക്ക് പിടിക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ ഉറച്ചു പോകും. അങ്ങനെ നമ്മുടെ അരിയുണ്ട തയ്യാറായിട്ട്. നല്ല ചൂടുണ്ട്, അപ്പം ഇങ്ങനെ മെല്ലെ മെല്ലെ ഉണ്ടാക്കി കാണിച്ചെടുക്കാം. അപ്പം നമ്മുടെ അരിയുണ്ട തയ്യാറായിട്ടുണ്ട്. നല്ല അത്യാവശ്യം കട്ടിയുണ്ട്. പിന്നെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാനും പറ്റും. 1 മാസം 2 മാസം അത്ര ദിവസം വേണമെങ്കിൽ ഇരുന്നോളൂ. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.